പശ്ചിമേഷ്യൻ സമാധാനത്തിനുള്ള ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ അട്ടിമറിച്ച ഇസ്രായേൽ ഒടുവിൽ ഗൾഫ് മേഖലയെ കൂടി സംഘർഷഭൂമിയാക്കി മാറ്റിയോ? അന്താരാഷ്ട്ര നിയമങ്ങൾ തങ്ങൾക്ക് ബാധകമല്ലാത്തത് ഗാസയിൽ മാത്രമല്ലെന്ന് ഇസ്രായേൽ ആവർത്തിക്കുകയാണോ? ഖത്തറിനുള്ള ഐക്യദാർഢ്യത്തിനപ്പുറം ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താനുള്ള നീക്കത്തിലേക്ക് ഗൾഫ് രാഷ്ട്രത്തലവന്മാർക്ക് കടക്കാൻ കഴിയുമോ? അതോ അമേരിക്കൻ സമ്മർദ്ദത്തിന് അവർ വഴങ്ങുമോ? നെതന്യാഹുവിന് മാത്രം ഉത്തരവാദിത്തമെന്ന ട്രംപിന്റെ വാക്ക് GCC വിശ്വസിക്കുമോ? മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഖത്തർ പിന്മാറുമോ? ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണ പദ്ധതി പൊളിഞ്ഞത് നെതന്യാഹുവിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമോ? ഹമാസിനെ വിരട്ടുന്ന ട്രംപ് നെതന്യാഹുവിനോട് വീണ്ടും മൃദുവാകുമോ? കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ട്രംപിന്റെ സമാധാന ഉടമ്പടിയുടെ ഭാവി എന്താകും? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. ചോരക്കൊതി ഖത്തറിലേക്കുമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ, അന്താരാഷ്ട്ര വിദേശകാര്യ വിദഗ്ധൻ സജി മാർക്കോസ് എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം പങ്കുചേരുന്നു. അല്പസമയത്തിനകം അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകൻ PM നാരായണൻ, ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ TP ശ്രീനിവാസൻ, ഇപ്പോൾ ഖത്തറിനെ GCC അംഗങ്ങളെല്ലാം ശക്തമായി പിന്തുണച്ചിട്ടുണ്ട്, ഐക്യദാർഢ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. UAE പ്രസിഡന്റ് വൈകിട്ട് അവിടെ എത്തിയിരിക്കുന്നു ഇന്ന് തന്നെ. അതുപോലെ തന്നെ സൗദിയുടെയും ജോർദാൻ്റെയും ഒക്കെ ഭരണാധിപന്മാരും അവിടെ എത്തുന്നു. ഒമാൻ സുൽത്താൻ ഈ സംഭവത്തെ അപലപിച്ച് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് എന്ത് നീക്കം ഇതിൽ ഇസ്രായേലിനെതിരെ GCCയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് കരുതേണ്ടത്? ഇത് തീർച്ചയായും ഒരു പുതിയ സംഭവമാണ്. ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഒരു ഗൾഫ് രാജ്യത്തെ ആക്രമിക്കുന്നത്. പക്ഷേ ഇന്ന് കേൾക്കുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് ഖത്തറിനെതിരായിട്ടുള്ള യുദ്ധമൊന്നുമല്ല. അവർ മനഃപൂർവ്വമായി എവിടെയാണ് ഹമാസ് ഉണ്ടായിരുന്നത്, ഖത്തറിലുണ്ടായിരുന്നതെന്ന് കണക്കാക്കി ആ സ്ഥലത്താണ് അവർ ആക്രമിച്ചത്. അതൊരു ലിമിറ്റഡ് ആക്രമണമായിട്ടും ഒരു ആൻറ്റി ടെററിസ്റ്റ് ആക്രമണമായിട്ടും അവർ അതിനെ കാണിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ തീർച്ചയായും ഇത് വെസ്റ്റ് ഏഷ്യ കാര്യത്തിൽ ഒരു ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. എവിടെയാണ് ഗൾഫ് രാജ്യങ്ങൾ നിൽക്കുന്നത്? അമേരിക്കയോട് സൗഹൃദമുള്ള രാജ്യങ്ങളാണ്. ഇസ്രയേലിൻ്റെ പ്രവർത്തനങ്ങൾ അവർ എതിർക്കുന്നില്ല. ഹമാസിനെ അവസാനിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ ഇവർക്കൊക്കെ ഒരു പരോക്ഷമായ ഒരു അംഗീകാരം വരെ ഉണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് രണ്ട് തരം, ഒന്നുകിൽ നമുക്കതിനെ ഖത്തറിനെ ആക്രമിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു പുതിയ സംഭവ വികാസമാണ് എന്ന് കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ട് വളരെയധികം റിയാക്ഷൻസ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഓൾറെഡി ഗൾഫ് രാജ്യങ്ങളെല്ലാം വളരെയധികം എതിർക്കുന്നു. പക്ഷേ ഈ ഇതേ ഗൾഫ് രാജ്യങ്ങൾ പലതും ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രയേലിനെ മുഴുവനായിട്ട് ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാനോ ഒന്നും ആ രാജ്യങ്ങൾ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ സൗദി അറേബ്യ മാത്രമാണ് ഒരു മേജർ ഗൾഫ് കൺട്രി ഇസ്രയേലുമായിട്ട് ബന്ധം സ്ഥാപിക്കാത്തത്. അപ്പോൾ അത് സ്ഥാപിക്കും എന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇതിനെ ഒരു ആൻറ്റി ടെററിസ്റ്റ് ആക്ടിവിറ്റി, ഒരു ലിമിറ്റഡ് സ്ട്രൈക്ക് ആയി അംഗീകരിക്കാൻ അറബ് രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും സമ്മതിക്കുമെങ്കിൽ ഇതിന് വലിയ തരത്തിലുള്ള കൺഫ്യൂഷനോ അല്ലെങ്കിൽ തരത്തിലുള്ള എതിർപ്പോ ഉണ്ടാകാൻ സാധ്യമല്ല. പക്ഷേ തീർച്ചയായും ഇതൊരു ആക്രമണമാണ്, ഖത്തറിലാണ് ആക്രമണം നടന്നത് എന്നുള്ളതുകൊണ്ട് അത് എല്ലാവരെയും വേദനിപ്പിക്കുന്നതായിരിക്കും. അതേസമയത്ത് പ്രസിഡന്റ് ട്രംപ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അനുവാദം കൊടുത്തു? കാരണം അദ്ദേഹമില്ലാതെ ഇതൊന്നും നടക്കുകയില്ലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഇസ്രയേലിൻ്റെ അവിടെ ഗാസയിലെ പുഷ് എന്ന് പറഞ്ഞാൽ ഹമാസിനെ മുഴുവനായിട്ട് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ലീഡർഷിപ്പ് ഖത്തറിലുണ്ടായിരുന്നു എന്ന ഒരു ഇൻ്റലിജൻസിൻ്റെ കാര്യത്തോടെയാണ് ഇവരത് ആക്രമിച്ചതെന്ന് തോന്നുന്നു. പക്ഷേ ഖത്തറിൽ അവിടെ പോകുന്നത് യുദ്ധം ചെയ്യാനല്ലല്ലോ. ഹമാസ് അവിടെ പോയത് സമാധാനം സ്ഥാപിക്കാനാണ്. ഖത്തർ ഒരു വളരെ വ്യത്യസ്തമായ രാജ്യമാണ്, വളരെ ധനശക്തിയുള്ള രാജ്യം. അതുപോലെ അവർ ചിലപ്പോഴൊക്കെ ടെററിസത്തിനെ സഹായിക്കുന്ന
രാജ്യമായി പലരും കാണിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ സമാധാനത്തിന് വേണ്ടി തന്നെയാണ് ശ്രമിച്ചിരുന്നത്. അവരും ഈജിപ്തുമാണ് ഇക്കാര്യത്തിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സമാധാന ചർച്ചകൾ നടത്തുന്ന ഒരു രാജ്യത്ത് ആൻറ്റി ടെററിസ്റ്റാണ് ആക്ടിവിറ്റി എന്ന് പറയാമെങ്കിൽ പോലും അവിടെ ഒരു ആക്രമണം നടത്തി അത് ഉള്ളിൽ പോയി ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് അത് ആക്രമിച്ചു. പക്ഷേ അവിടെ നിന്ന് കേൾക്കുന്നത് ഹമാസ് പറയുന്നത് അവിടെ അവരുടെ നേതൃത്വത്തിലുള്ള ആരുകളും ഉണ്ടായിരുന്നില്ല, അവിടെ ഉണ്ടായിരുന്നത് സാധാരണ ജോലിക്കാരായിരുന്നു എന്ന്. അപ്പോൾ ജോലിക്കാരായതൊരു പ്രത്യേകതയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് ഹമാസ് ലീഡർഷിപ്പിനെ തന്നെയാണ്. അതുകൊണ്ട് കുറേ ആളുകൾക്ക് ജീവിതം നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് ഇതിന് ദുർവ്യാപകമായ പ്രാധാന്യമുണ്ട്. ശരി, ശ്രീ സജി മാർക്കോസ്, ഇവിടെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ അവകാശവാദവും ഈ പറയുന്ന ഖത്തറിനെ അല്ല ആക്രമിച്ചിരിക്കുന്നത്. ദോഹയിൽ ഹമാസിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളുണ്ട്, തലവന്മാരുണ്ട്, അവശേഷിക്കുന്ന നേതാക്കന്മാർ. അവരെ ഇല്ലായ്മ ചെയ്യാനായി സൂക്ഷ്മമായി കൃത്യതയോടെ അവിടെ മാത്രം നടത്തിയ ആക്രമണം എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു ന്യായവാദം അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? കാരണം ഓഗസ്റ്റ് 31 ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് ചീഫ് ഓഫ് സ്റ്റാഫ് എയാൽ സമീർ പറയുകയാണ്, മോസ്റ്റ് ഓഫ് ദി റിമൈനിങ് ഹമാസ് ലീഡർഷിപ്പ് ഈസ് എബ്രോഡ് ആൻഡ് വി വിൽ റീച്ച് ദം ആസ് വെൽ. അപ്പോൾ ഇത് ഖത്തറിനെ സംബന്ധിച്ച് അവരെ ജാഗ്രതപ്പെടുത്തിയ ഒരു പ്രസ്താവനയായിരുന്നു. അതിൻ്റെ ഭാഗമായി വാഷിങ്ടണുമായും അതുപോലെ തന്നെ ടെല്ലവീവുമായും ആശയവിനിമയം നടത്തി. അങ്ങനെ ഖത്തറിൻ്റെ മണ്ണിൽ ഇത്തരമൊരു ആക്രമണം ഉണ്ടാകില്ല എന്ന ഉറപ്പും കിട്ടുകയുണ്ടായി. എന്ന് മാത്രവുമല്ല, എല്ലാവർക്കും അറിയുന്നത് പോലെ 2012 മുതൽ ഹമാസിൻ്റെ ഒരു ആസ്ഥാനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ട്രംപിൻ മുന്നോട്ട് വച്ചിരിക്കുന്ന സമാധാന ചർച്ചകളുടെ ഭാഗമായുള്ള ഇപ്പോഴത്തെ നീക്കങ്ങൾ, അതിനുവേണ്ടി കണ്ടെത്തിയിരിക്കുന്ന ഓഫീസും വീടുമൊക്കെയുള്ള ആ കെട്ടിട സമുച്ചയത്തിൻ്റെ ഒരു ഭാഗം, ഇതെല്ലാം അമേരിക്കയുടെ അറിവോടെയാണ്, ഇസ്രായേലിൻ്റെ അറിവോടെയുള്ളതാണ്. അപ്പോൾ ഇത്രയും ഘടകങ്ങൾ നിലനിൽക്കെ പിന്നെ ഹമാസിൻ്റെ ബാക്കിയുള്ള നേതാക്കന്മാരെ മാത്രം കേന്ദ്രീകരിച്ച് ഖത്തറിൻ്റെ പരമാധികാരത്തെ ബാധിക്കുന്ന ഒന്നല്ലാത്ത ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ എന്ന വാദം വില പോകുമോ? വേണു, അങ്ങനെ ഒരു വാദം വിലപ്പോകില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇവരുടെ ഉദ്ദേശം എന്തു തന്നെയായിരുന്നു, ഈ ഹമാസിനെ ഇല്ലായ്മ ചെയ്യുകയാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ മറ്റൊരു പരമാധികാര രാജ്യത്ത് കടന്നു കയറിയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ എത്തിയിരിക്കുന്നത് കയ്യോ കൊള്ളവൻ കാര്യക്കാരൻ എന്ന തരത്തിലുള്ള ഒരു ജീവിതം, ഗുഹാതല മനുഷ്യരിൽ നമ്മൾ മുമ്പോട്ട് പോകുന്ന അവിടെ നിന്ന് പലതരം സമൂഹങ്ങളായി രാജ്യങ്ങളായി ഇപ്പൊ നമ്മളൊരു മോഡേൺ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ, ആധുനിക കാലത്തെ നേഷൻ സ്റ്റേറ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു രാജ്യത്തെ അംഗീകരിക്കുന്ന മറ്റൊരു രാജ്യത്ത് അത് ഏതുതരം ഭരണമായാലും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നോക്കൂ, നമ്മുടെ തൊട്ടടുത്ത് താലിബാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്. അവരുടെ നയങ്ങളുമായി നമ്മൾ ഒരിക്കലും ചേർന്ന് പോകില്ലെങ്കിൽ പോലും നമ്മൾ അവരുമായി ചർച്ചകൾ നടത്തുന്നു. അവരുടെ ആഭ്യന്തര വിഷയത്തിൽ നമ്മൾ ഇടപെടാതെ അവരുമായി ചർച്ചകൾ നടത്തുന്നു. ഇനി നമ്മുടെ സമീപ രാജ്യം ഒരുപക്ഷെ ഒരു മതഭരണകൂടമാകാം, ഒരു മൊണാർക്കി ആകാം, എന്ത് തന്നെ ആയിരുന്നാലും അത്തരം രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്ര ബന്ധങ്ങൾ കഴിയുന്നിടത്തോളം പുലർത്തുകയും പരസ്പര ബഹുമാനത്തോടെ ഇടപെടുകയും ചെയ്യുന്ന ഒരു ആധുനിക സമൂഹമായി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് ഗുഹാതല മനുഷ്യനായി പോകുക എന്ന് പറയുന്നത് തീരെ ശരിയല്ല. ഇപ്പൊ ഒരു ആക്രമണം എന്ന് പറഞ്ഞാൽ ശക്തി മാത്രം മതി, അതിന് ബുദ്ധിയുടെ യാതൊരു ആവശ്യവുമില്ല. ഇത്തരത്തിലുള്ള ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ കടന്നു കയറി ആക്രമിച്ചതിന് ശേഷം ഞങ്ങളുടെ ശത്രുക്കൾ തുരത്താനാണെന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല. മാത്രമല്ല, ഹമാസിനെ ആക്രമിക്കുകയാണ് എന്ന് ഇസ്രായേലിന്റെ വാദത്തെ നമുക്ക് ഈ കഴിഞ്ഞ 2 വർഷത്തെ ചരിത്രം വെച്ച് നോക്കിയാൽ നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല. കാരണം ഹമാസ് അല്ല ഗസയിൽ ഇത്ര കാലം കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത്. അവിടുത്തെ സാധാരണക്കാർ, കുട്ടികൾ, സ്ത്രീകൾ, ഇങ്ങനെ ഒരു വംശത്തെ ഉന്മൂലനം ചെയ്യുന്ന, വംശഹത്യ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതാണ് അവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ബാക്കിയായിട്ട് വേണം നമ്മൾ ഇതിനെയും കാണാൻ. കാരണം വിശാലമായ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന അവരുടെ സങ്കല്പത്തിനകത്ത് ഈ പറഞ്ഞ അവർ അതിർത്തികളെ മാനിക്കുന്ന ഒരു രാജ്യമല്ല. ഹമാസിനെ ആക്രമിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ലോകത്തിന് മുമ്പിൽ പറയുമ്പോഴും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ രാജ്യം വികസിപ്പിക്കുകയും അതിർത്തികളെ മാനിക്കാതിരിക്കുകയും കടന്നു കയറുകയും ചെയ്യുന്ന ഒരു രാജ്യമായി ഇസ്രായേൽ ശേഷിക്കുകയാണ്. അപ്പൊ അതിന്റെ മറ്റൊരു പ്രതിഫലനമായി വേണം ഖത്തറിലോട്ടുള്ള ആക്രമണത്തെ കാണാൻ. അവിടെ ഇനി ആരുണ്ടായിരുന്നാലും ഖത്തറിനെ സംബന്ധിച്ച് അവരുടെ അതിഥികളാണ് വന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഈ യുദ്ധമല്ല, ഇതൊരു അധിനിവേശമാണ്. ഈ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം സമാധാന പ്രവർത്തനങ്ങൾക്ക് എന്നും എല്ലാ കാലത്തും ഏറ്റവും മുമ്പിൽ നിന്നിരുന്ന ഒരു രാജ്യമാണ് ഖത്തർ. ഇതിനു മുമ്പ് ഒരു വെടിനിർത്തൽ ഉണ്ടായപ്പോഴും ഖത്തറിന്റെ ചികിത്സ എന്ന് പ്രധാനപ്പെട്ടതായിരുന്നു, ഖത്തറിന്റെയും ഈജിപ്തിന്റെയും. രണ്ടാമതും അവിടെ അവർ അതിനൊരു മാത്രമല്ല ഇസ്രായേലിന് താല്പര്യമെങ്കിൽ ആക്രമിക്കുക ചെയ്യുകയില്ല. അപ്പൊ സമാധാനം പറയുന്നതിനോട് താല്പര്യമില്ല
ശരി, ശ്രീ സജി മാർക്കോസ്, ഈ 2014 കാരണം ഒരുപക്ഷെ 2014 വെടിനിർത്തൽ ചർച്ചയിലും ഒക്കെ ഏറ്റവും സജീവമായി ഭാഗഭാക്കായിരുന്ന ആളാണ് ഖലീൽ അൽ ഹയ്യ അല്ലേ? അപ്പോൾ അദ്ദേഹം ഒരേ സമയം ഈ പറയുന്ന അറബ് രാജ്യങ്ങളുമായുള്ള ആശയവിനിമയത്തിൽ, അമേരിക്കയുമായുള്ള ആശയവിനിമയത്തിൽ, ഇസ്രായേലുമായുള്ള ആശയവിനിമയത്തിൽ ഇതിനെയൊക്കെ ചുക്കാൻ പിടിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഗാസയ്ക്ക് പുറത്ത്, പലസ്തീന് പുറത്ത് തന്നെ അദ്ദേഹം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ അടുത്ത് ഇടപഴകിക്കൊണ്ടിരുന്ന ഒരാൾ, അയാളാണ് ഇപ്പോൾ പെട്ടെന്ന് ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസിന്റെ അവശേഷിക്കുന്ന ഒരു നേതാവ്, ഇല്ലായ്മ ചെയ്യേണ്ട നേതാവ് എന്ന് പുതിയ രൂപത്തിൽ കണ്ടെത്തിയ മട്ടിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ടി പി ശ്രീനിവാസൻ, ഇപ്പോൾ ഇവിടെ അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായല്ലോ ഇസ്രായേൽ ഇതിനെ ഖത്തറിനെതിരായിട്ടുള്ള ആക്രമണമായിട്ടല്ല അവതരിപ്പിക്കുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ ഈ ചൂണ്ടിക്കാട്ടപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, ഖത്തർ തന്നെ ഈ ആശങ്ക മുന്നോട്ട് വെക്കുന്നു. അവിടെ ഒരു ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് ഇസ്രായേലും അമേരിക്കയും എല്ലാം നൽകുന്നു. അതുപോലെ അങ്ങേക്കറിയാമല്ലോ, ഈ ട്രംപ് ഈ അന്ത്യശാസനം ഹമാസിന് കൊടുക്കുന്ന ആ പദ്ധതി ഉണ്ടല്ലോ, ഈ പറയുന്ന വെടിനിർത്തൽ ഉപാധികൾ വെക്കുന്ന ആ പദ്ധതി, അത് തിങ്കളാഴ്ച ഇതേ കേന്ദ്രത്തിൽ പോയി ഇതേ നേതാക്കന്മാർക്ക് കൈമാറുന്നത് ഈ പറയുന്ന ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയാണ്. അതിൻ്റെ ഭാഗമായി തുർക്കിയിൽ നിന്നടക്കം ആ കൗൺസിലുള്ള മറ്റ് നേതാക്കൾ അവിടേക്ക് എത്തുന്നു. ചൊവ്വാഴ്ച അതുമായി ബന്ധപ്പെട്ട അവരുടെ ചർച്ചകൾ നടക്കുന്നു. ആ ഘട്ടത്തിലാണ് ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഖത്തറിൻ്റെ പരമാധികാരത്തെ ബാധിക്കാത്ത ഒന്നായി ഇസ്രായേലിന് അവതരിപ്പിക്കാൻ കഴിയുക? അവതരണത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഈ ആക്രമണം, അത് നമുക്കെല്ലാം അറിയാം. പക്ഷേ ഇസ്രായേൽ അങ്ങനൊരു ലോ ആൻഡ് ഓർഡർ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ, അവരുടെ സെക്യൂരിറ്റിയുടെ ആവശ്യം വരുമ്പോൾ, ഇസ്രായേലിൻ്റെ ഡിഫൻസിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അവർക്കൊരു നിയമവും ബാധകമല്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഗാസയിൽ എത്ര പേരെയാണ് ദിവസവും കൊല്ലുന്നത്? ശരിക്കും ജീനോസൈഡ് തന്നെയല്ലേ അവിടെ നടക്കുന്നത്. ഇതൊന്നും ആരും ജസ്റ്റിഫൈ ചെയ്യാൻ തരാറില്ല. പക്ഷെ അതിൻ്റെ എല്ലാം പുറകിലുള്ളത് അമേരിക്കയുടെ സപ്പോർട്ടാണ്. അമേരിക്ക സപ്പോർട്ട് ചെയ്തിരുന്നില്ലെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല. പ്രസിഡന്റ് ട്രംപ് ശ്രമിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിനേക്കാളും ഭീകരമല്ലേ അവിടെ നടക്കുന്നത്, ഗാസയിൽ നടക്കുന്നത്. അപ്പോൾ അതിനല്ലേ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് പ്രസിഡന്റ് ട്രംപ് നെതന്യാഹുവിനോട് ഒരു ഫോൺ കോൾ കൊടുത്താൽ അവസാനിക്കുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും. അപ്പോൾ അമേരിക്കയുടെ താല്പര്യമില്ലാതെ ഇസ്രായേലിന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ സപ്പോർട്ടില്ലാതെ അമേരിക്കൻ ജനതയ്ക്ക് തന്നെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. കാരണം ഇസ്രായേലിൻ്റെ ധാരാളം പണം ആ രാജ്യത്തുണ്ട്, അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഇസ്രായേലിൽ കൂടുതൽ ഇസ്രായേലൊരു ടെയിൽ ഓഫ് എ ഡോഗാണ്. അത് ഡോഗിനെ വാഗ് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്കറിയാം, ഞാൻ വാഷിങ്ടണിൽ ഉണ്ടായിരുന്ന കാലത്ത് ഒരു കാര്യവും ഇസ്രായേലിനെ, അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച കാര്യത്തിൽ അമേരിക്ക എന്ത് തീരുമാനമെടുക്കുന്നതും ഇസ്രായേൽ അംബാസഡറോട് ചോദിച്ചിട്ടാണെന്നുള്ളത് നമുക്കെല്ലാം അറിയാമായിരുന്നു. അപ്പോൾ അത് എത്രമാത്രം താല്പര്യവും അത്രമാത്രം ഇൻഫ്ലുവൻസും അമേരിക്കയിൽ ഇസ്രായേലിനോടുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ പരിപാടിക്ക് എതിരായി നിൽക്കാൻ ഒരു അമേരിക്കയ്ക്ക് സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അത് ഇസ്രായേലിനെ ഇങ്ങനെ ലോകം നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ പോലും ട്രംപ് എതിർക്കുകയില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ശരി, ശ്രീ പി എം നാരായണൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ശ്രീ പി എം നാരായണൻ, താങ്കൾക്ക് കേൾക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ പി എം നാരായണൻ, ഇപ്പോൾ ഈ ഖത്തറിൻ്റെ ആക്രമണം, അതിനെ GCC പ്രധാനപ്പെട്ട തലവന്മാരൊക്കെ ഇപ്പോൾ ദോഹയിൽ എത്തുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ഐക്യദാർഢ്യമാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ സൈനികമായ നീക്കമൊന്നും സാധ്യമല്ലായിരിക്കും, പക്ഷെ അതിനപ്പുറത്തേക്ക് അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുക. നിങ്ങൾ ആരുടെ പക്ഷത്താണ്? ഈ വംശഹത്യ തുടരുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന കൊലയാളികളുടെ കൂടെയാണോ? അതല്ല, സമാധാനത്തിൻ്റെ പാതയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തികൾക്ക് വേണ്ടി സഹകരിക്കുന്നവർക്കൊപ്പമാണോ? അത് ഗൗരവമുള്ളൊരു ചോദ്യമാണ്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നതടക്കം ഉപാധി വയ്ക്കാനുള്ള താല്പര്യം ഇവർ കാണിക്കുമോ? ശ്രീ TPS ഇവിടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി, അങ്ങനെയല്ലാത്തൊരു ദുഷ്ട താല്പര്യം ഈ വിഭാഗത്തിനുണ്ട് എന്ന്. ഹമാസ് ഇല്ലായ്മ ചെയ്യപ്പെടുന്നെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന നിലയിലുള്ള താല്പര്യങ്ങളും ഇസ്രായേലിനോട് എതിർപ്പില്ലാത്ത മനോനിലയും നിലപാടുകളും ഒക്കെ അവർക്കുണ്ട് എന്ന്. അപ്പോൾ ശരിക്കും ഇത് ഇസ്രായേലിനെയും അമേരിക്കയും സമ്മർദ്ദത്തിലാക്കുന്നതിനേക്കാൾ ഇതിലേത് നിലപാടിലേക്ക് എത്തണമെന്ന് GCCയെ കൂടെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സംഭവമാണോ ഇന്നലെ നടന്നിരിക്കുന്നത്? വേണു, ഈ ചോദ്യം GCC രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് അമേരിക്കയുടെ ചോദിക്കുകയാണെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ എന്നോ അയവ് വരുത്താമായിരുന്നു.
പക്ഷേ ഇതിലേറ്റവും സർപ്രൈസിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് GCC രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി വലിയൊരു മൗനം പാലിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഗാസയിൽ ഇത്രയും കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുമ്പോഴും ഇത്രയും കൂടുതൽ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുമ്പോഴും ലോകം തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ അറബ് മേഖല ഒരുമിച്ച് നിന്ന് ഈ അമേരിക്കയോടൊരു ചോദ്യം ചോദിക്കുമെന്നുള്ള, അതും കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഈ ഖത്തറിൽ ഉണ്ടായിട്ടുള്ള ഈ അക്രമം അത്തരത്തിലുള്ളൊരു ഒരു ഒരു സാധ്യത തുറന്നിടുകയാണെങ്കിൽ അത് വലിയൊരു സാധ്യത തന്നെയായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത്തരത്തിലുള്ളൊരു ചോദ്യം GCC രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നുള്ളത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ട്രംപ് എൻ്റെ ആദ്യത്തെ വിസിറ്റ് സൗദി അറേബ്യയിലേക്കായിരുന്നു. അന്ന് സൗദി അറേബ്യ പ്രോമിസ് ചെയ്തത് $600 ബില്യൺ ബിസിനസ്സാണ് അമേരിക്കയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചേർത്ത് കൊടുത്ത് ബാക്കിയുള്ള രാജ്യങ്ങളോട് ചേർത്ത് വേണമെങ്കിൽ ഏകദേശം $1 ട്രില്യൺ GCC രാജ്യങ്ങൾ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഭാവിയാണ് നമ്മളുടെ മുമ്പിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ മേഖലയിൽ നിന്നും അന്ന് വേണു ചോദിച്ച പോലെ കൃത്യമായി അമേരിക്കയോട് ഒരു എഴുന്നേറ്റ് നിന്ന് ഒരു ചോദ്യം ചോദിക്കാൻ കഴിവുള്ള രാജ്യങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇറാനായിരുന്നു ഒരു രാജ്യം ഉണ്ടായിരുന്നത് പ്രതിരോധത്തിൻ്റെ സ്വരം ഉന്നയിച്ചുകൊണ്ടുള്ളത്. പക്ഷേ ഇറാനെ ഇപ്പോൾ ഒരു തരത്തിൽ അമർത്തിയിരിക്കുകയാണ്. ഇറാൻ്റെ പ്രോക്സികളായിട്ടുള്ള ആണ് ഈ ഹൂതി, ഹമാസ് എല്ലാം പറയുന്നത്. അപ്പം ഈ ഇറാൻ്റെ മേലെ ന്യൂക്ലിയർ പദ്ധതിക്ക് മേലെ ബോംബിട്ടതിലൂടെ ഇറാനും ഇപ്പോൾ സമ്മർദ്ദത്തിലായിക്കൊണ്ടിരിക്കുന്നതാണ്. അതോടുകൂടി അത് തന്നെയാണ് ഇപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ഒരു സാധ്യതയും. ഈ നെഗോസിയേഷന് വന്ന ആളുകൾക്ക് മേലെ ആക്രമിക്കാൻ ഇസ്രായേൽ മുതിരുന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നെഗോസിയേഷൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇസ്രായേൽ അടിവരയിട്ട് പറയുന്നത്. ഞങ്ങൾക്ക് നെഗോസിയേഷൻ്റെ ഒന്നും ആവശ്യമില്ല, വി ഹാവ് ഡിസൈഡഡ് വാട്ട് വി വാണ്ടഡ് ടു ഡു എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇസ്രായേൽ എത്തി നിൽക്കുന്നത്. അതിനോട് എതിർത്ത് എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിക്കാൻ കഴിവുള്ള ഏതെങ്കിലും രാജ്യങ്ങൾ ഈ മേഖലയിൽ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. ശരി, ശ്രീ സജി മാർക്കോസ്, എന്തായിരിക്കാം ഈ GCC തലവന്മാരെ ഇത്രയും അധീരരാക്കുന്നത്, ഇതിൽ ശക്തമായൊരു നിലപാടെടുക്കുന്നതിൽ? ഇനി അങ്ങനെ ഉണ്ടായാൽ പോലും ഖത്തർ ഈ വിഷയത്തിൽ ശക്തമായൊരു സമ്മർദ്ദം ഈ GCC നേതൃത്വത്തിന് മേൽ ചെലുത്തേണ്ടതല്ലേ? അത്തരം സാധ്യതകൾ നിലവിലുണ്ടോ? കാരണം ഖത്തർ എന്തിനാണ് ഈ വില കൊടുത്തത്? ഇപ്പം ഇത് രണ്ടാമത്തെ ആക്രമണമാണ്. ഇതിനു മുമ്പ് ജൂണിലാണ് ഇറാനെ ആക്രമിക്കുന്നത് ഇസ്രായേൽ. അതിനുശേഷം ഇറാൻ്റെ പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഖത്തറിലെ തന്നെയുള്ള അമേരിക്കൻ വ്യോമത്താവളമായിരുന്നു. അന്നത് വല്ലാതെ അപലപിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതിനും നേരിട്ട് ഖത്തർ ഉത്തരവാദിയല്ല. ഇപ്പോഴും അതെ. ഇവിടെ ഇപ്പോൾ മധ്യസ്ഥ ശ്രമങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അവരുടെ ദോഹ പോലെ ഒരു സ്ഥലത്ത് ലോകത്തെ ഏറ്റവും സുരക്ഷിതമെന്ന് പറയാവുന്ന ഒരു നഗരത്തെ ഇങ്ങനെ നടുക്കിക്കൊണ്ടുള്ള ആക്രമണം നടക്കുന്നത്. അത് മാത്രമല്ലാതെ അവർക്ക് ചോദിക്കാൻ കഴിയുന്ന കാര്യങ്ങളില്ലേ അമേരിക്കയോട്? ഇതിപ്പോൾ ഈ പറയുന്ന ഈ പലസ്തീൻ വിഷയത്തിൽ മാത്രമല്ലല്ലോ അവർ സമാധാന ചർച്ചയിൽ ഭാഗഭാക്കായിട്ടുള്ളത്. ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളിൽ, അതുപോലെ തന്നെ ഈ പറയുന്ന കോങ്കോയും റുവാൻഡയും അല്ലേ, ഈ കാര്യങ്ങളിലെല്ലാം, അതായത് എന്തൊക്കെയാണോ ട്രംപ് മുന്നോട്ട് വെച്ച സമാധാനത്തിനുള്ള നീക്കങ്ങൾ, അർമേനിയ, അസർബൈജാൻ, ഇതിലൊക്കെ സജീവമായി ഭാഗഭാക്കായിട്ട് അതിന് കിട്ടിയ പ്രതിഫലമാണോ ഇത് എന്ന് ഖത്തർ ചോദിക്കുക, GCC അതിന് പിന്നിൽ അണിനിരക്കുക, അതുണ്ടാകാതെ പോകാനുള്ള സാധ്യതയാണോ കാണുന്നത്? എങ്കിൽ എന്തുകൊണ്ട്? വേണു, ഈ രാജ്യങ്ങളെ നമ്മൾ പൊതുവെ അറബ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഹോമോജീനിയസ് ആയ ഒരു സൊസൈറ്റി ആയിട്ടുള്ള നമ്മുടെ ധാരണ തെറ്റാണ്. കാരണം ഈ രാജ്യങ്ങളെല്ലാം വ്യത്യസ്തമായ രാജ്യങ്ങളാണ്. ഭാഷ ഒന്നാണെന്നോ മതം ഒന്നാണെന്നോ എന്നുള്ളതുകൊണ്ട് ഈ രാജ്യങ്ങൾ ഒരേ തരം മനുഷ്യരും അല്ല. ഓരോ രാജ്യങ്ങൾക്കും അവർക്ക് നിക്ഷേപം വേണം, അവിടെ വികസനം നടക്കണം, അവർക്ക് സെക്യൂരിറ്റി, സുരക്ഷ സംബന്ധമായ കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചല്ല ഈ രാജ്യങ്ങൾ വ്യത്യസ്തമായ രാജ്യങ്ങളാണ്. ഈ ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്കുള്ള കൂടുതൽ ഉത്തരവാദിത്വം അവരുടെ മേൽ നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കും താങ്കൾക്കും ഉള്ളതുപോലെ ഇന്ത്യക്കും പാകിസ്ഥാനും ഉള്ളതുപോലെ ഉള്ള ഉത്തരവാദിത്വം മാത്രമാണ് അവർക്കും ഉള്ളത്. അപ്പൊ അതിനകത്ത് ഇത് എന്തുകൊണ്ട് നിങ്ങൾ ഖത്തർ കരുതിയത് എന്താണ്? ഈ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമത്താവളം അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ശക്തമായ ഒരു പ്രതിരോധ കവചം കൂടിയാണ് എന്ന് ഖത്തർ കരുതിയിട്ടുണ്ടാകും. അങ്ങനെയല്ല, അതൊരു ദിവാസ്വപ്നമായിരുന്നു എന്ന് ഇപ്പോൾ തെളിയുകയല്ലേ. അതിപ്പോൾ GCCയിലെ മറ്റു രാജ്യങ്ങൾക്കും ബാധകമല്ലേ? ഒന്നും സുരക്ഷിതമല്ല. ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ രാജ്യത്തിന്റെയും ആഭ്യന്തര സുരക്ഷ എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ? തീർച്ചയായിട്ടും എത്തിയിരിക്കുന്നു. മാത്രമല്ല, ഇത് ഇപ്പൊ ഈ നടന്ന ഒരു ആക്രമണത്തിന്റെ പേരിൽ മാത്രമല്ല, അല്ലാതെ തന്നെ അത് വ്യക്തമാണ്. കാരണം
ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ അമേരിക്ക പറയുന്നത് പോലെയല്ല ഇസ്രായേൽ ചെയ്യുന്നത്, ഇസ്രായേൽ പറയുന്ന പോലെയാണ് അമേരിക്ക ചെയ്യുന്നത്. അവിടെ ആദ്യം തന്നെ വന്ന അമേരിക്കയുടെ പ്രതികരണം ഇത് ഇസ്രായേലിന്റെ യുദ്ധമാണ്, ഇസ്രായേലിന്റെ ആക്രമണമാണ് ഖത്തർ നടത്തിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് അമേരിക്കയുടെ അറിവോടുകൂടിയല്ലെന്നും, അമേരിക്കയുടെ അറിവോടുകൂടിയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ താല്പര്യം സംരക്ഷിക്കപ്പെടുന്ന ഇസ്രായേലിന് മാത്രമാണ്, ആക്രമിക്കുന്ന അവരുടെ താല്പര്യമാണ്, അതിന് പിന്നിൽ നിൽക്കാൻ മാത്രമുള്ള ശേഷിയെ അല്ലെങ്കിൽ രാഷ്ട്രീയ ധൈര്യം മാത്രമേ ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ മുഴുവൻ ഇസ്രായേലിന്റേതാണ്. ഇവിടെയുള്ള സൈനിക താവളങ്ങൾ, ഈ അറബ് രാജ്യങ്ങളുടെ സൈനിക താവളങ്ങൾ അമേരിക്കയുടേതായതുകൊണ്ട് ആ രാജ്യത്തിന് അമേരിക്കയിൽ നിന്ന് എന്തെങ്കിലും ഒരു സംരക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നെങ്കിൽ അത് സാധ്യമല്ലെന്ന് ഇപ്പൊ ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ്. ഒരു പരമാധികാരി രാജ്യത്ത് കയറി അത് സമാധാന ചർച്ചയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അവരെ തെരഞ്ഞു പിടിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുകയും അത്ര പ്രിസൈസ് ആയിട്ട് ആക്രമണം നടത്താൻ ഇസ്രായേലിന് കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഹമാസിന്റെ ആളുകളെ ഗസയിൽ അവർക്ക് നശിപ്പിക്കാനും പിടിക്കാനും കഴിയാതിരുന്നത്? അപ്പൊ അവരെ സംബന്ധിച്ചുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഗസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കുക, ആ സ്ഥലം അവരുടെ സ്വന്തമാക്കുക, അതിനുശേഷം അവരുടെ ഒരു അതിർത്തികളെ മാനിക്കാത്ത രാജ്യമാണ് ഇസ്രായേൽ. അവർ അതിർത്തി വികസിപ്പിക്കുക, അവരുടെ മുമ്പിൽ അമേരിക്ക ഒരു വിഘാതമേ അല്ല. അമേരിക്ക എന്ന് പറയുന്നത് എന്നും അവരുടെ പിന്നാലെ നിൽക്കുമെന്നുള്ളതാണ് അവരുടെ ശക്തി. അതേസമയം ഇവിടെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം ശ്രീനിവാസൻ സാർ പറഞ്ഞത് അതിനെ ഒരു വംശഹത്യയായി അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് ഒരു വംശഹത്യയാണെന്ന് അദ്ദേഹം പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളൊക്കെ വംശഹത്യാ സ്മാരകങ്ങളിൽ പോകുമ്പോൾ നമ്മൾ തലയിലും മൂക്കത്തും കൈവച്ച് ഇങ്ങനെ മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് അത്ഭുതപ്പെട്ടിരുന്ന കാലത്ത് നമ്മുടെ കൺമുമ്പിൽ ഒരു വംശഹത്യ നടക്കുകയാണ്. അപ്പോൾ നാം എന്ത് ചെയ്യാണെന്നുള്ള വളരെ ചോദ്യമുണ്ട്. ഈ ഉത്തരവാദിത്വം ഒന്നും അറബ് രാജ്യങ്ങളുടെ മേൽ മാത്രം ഉത്തരവാദിത്വം ഏൽപ്പിച്ച് നമുക്ക് മാറി നിൽക്കേണ്ടവരല്ല നമ്മൾ. ലോക സമൂഹം മുഴുവൻ ഇതിന്റെ പിന്നിൽ ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട്. ഇസ്രായേലിനോട് നിൽക്കൂ എന്ന് ലോക സമൂഹമാണ് പറയേണ്ടത്. അവരുടെ മേലുള്ള ഉപരോധങ്ങളെല്ലാം കഴിയുമെന്നിടത്തോളം ശക്തമാക്കുക. അമേരിക്ക ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം അമേരിക്ക പറയുന്നതല്ല ഇസ്രായേൽ കേൾക്കുന്നത്, ഇസ്രായേൽ പറയുന്നതാണ് അമേരിക്ക കേൾക്കാൻ പോകുന്നത്. ആ നിലയിൽ നമുക്ക് എല്ലാവർക്കും, ഈ ലോക സമൂഹത്തിന്, രാജ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരവാദിത്തമുണ്ട് ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താൻ. എങ്ങനെയാണ് അപ്പാർട്ടിയുടെ ഭരണകൂടം ഇല്ലാതായത് ദക്ഷിണാഫ്രിക്കയിൽ? അവർക്ക് മാനസാന്തരം ഒന്നുകൊണ്ടൊന്നുമല്ല. ലോകരാജ്യങ്ങൾ അവരുടെ മേൽ ഏർപ്പെടുത്തുന്ന എംബാർഗോ കൊണ്ട്, ലോകരാജ്യങ്ങൾ അവരുടെ മേൽ സാങ്ഷനുകൾ കൊണ്ട് അങ്ങനെയാണ് ഒരു അപ്പാർട്ടിയുടെ ഭരണകൂടം ദക്ഷിണാഫ്രിക്കയിൽ ഇല്ലാതെ. ഇതേ തന്ത്രം തന്നെയാണ് ഒരു ആക്രമണത്തിന്റെ പാതയല്ല, മറിച്ച് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ശരി, ശ്രീ TP ശ്രീനിവാസൻ, ഇവിടെ ഇപ്പോൾ ഈ ഇസ്രായേൽ നടത്തിയ ആക്രമണം, ഞാൻ പറഞ്ഞതിൽ പിഴവുണ്ടെങ്കിൽ അങ്ങ് തിരുത്തുക വേണം. ജോർദാന്റെയും സൗദിയുടെയും ഒക്കെ വ്യോമാതിർത്തികളൊക്കെ കടന്നുകൊണ്ട് ഏതാണ്ട് 1700 കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് നടക്കുന്ന ആക്രമണമാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ ഇസ്രായേൽ ഇങ്ങനെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ആക്രമണത്തിൻ്റെ സ്വഭാവമല്ല ഖത്തറിലുണ്ടായത്. അതെന്തുകൊണ്ടാകാം? കാരണം ഇപ്പോൾ ഈ സ്നൈപ്പർ അറ്റാക്ക്, അതുപോലെ തന്നെ അത്രയും കൃത്യതയോടെയുള്ള മറ്റ് സായുധ ആക്രമണ രീതികൾ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇറാനിലൊക്കെ നാം കണ്ടത് അങ്ങനെയാണ്. അവിടുത്തെ ഈ പറയുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ, പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഹമാസ് നേതാവിനെ തന്നെ അതിനുശേഷം കൃത്യമായി കേന്ദ്രീകരിച്ച് കൃത്യമായി ലക്ഷ്യവേദിയായ ആക്രമണം നടത്തിക്കൊണ്ട് ജീവനെടുക്കുകയാണ്. അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായില്ല. ഇവിടെ ഉണ്ടായിരിക്കുന്നത് വ്യത്യസ്തമായൊരു ആക്രമണമാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇസ്രായേൽ ഒരു സമീപനം നടത്തിയത്? കൂടാതെ ഒരു കാര്യം കൂടി, അങ്ങ് നേരത്തെ ശരിയായ വിധം ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ പ്രധാന നേതാവിൻ്റെ മകൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഡയറക്ടർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, 3 അംഗരക്ഷകർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, പിന്നെ ഒരാൾ എന്ന് പറയുന്നത് ഖത്തറിൻ്റെ ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി ഫോഴ്സസിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ജീവഹാനി സംഭവിച്ചത്. അപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം കാണുകയും ചെയ്തില്ല. ഇത് നെതന്യാഹുവിനെ പ്രതിരോധത്തിലാക്കുന്നതാണോ? കാരണം ജെറുസലേമിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിന് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഈ ആക്രമണം ആ അർത്ഥത്തിൽ പരാജയം കൂടിയായിരുന്നില്ലേ? അല്ല, അത് ഏത് തരത്തിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യായീകരിക്കാവുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു, അതിലെന്തെങ്കിലും പിഴവ് പറ്റിയോ എന്നൊക്കെ നമുക്ക് ചിന്തിച്ച് ഇരിക്കാൻ സമയം കളയാവുന്നതേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശം വളരെ ക്ലിയറാണ്. ഗാസ സ്ട്രിപ്പിൽ നിന്ന് എല്ലാ പാലസ്തീനുകളെയും മാറ്റിയിട്ട് അതൊരു സുഖവാസ കേന്ദ്രമാക്കണം എന്നുള്ള ആഗ്രഹമാണ് പ്രസിഡന്റ് ട്രംപിനും ഇസ്രയേലിനുമുള്ളത്. അപ്പോൾ അത് തന്നെയാണ് അവർ പെർസ്യൂ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ അപകടമുള്ള കാര്യങ്ങൾ കാത്തിരിക്കുകയാണ് ഇപ്പോൾ അവർ. ഇത് റിലീഫ് ഗുഡ്സ് താഴെ ഇട്ട് മനുഷ്യരെ കൊന്ന ബോംബ് പോലെ അത്ര ക്രൂരമായ പ്രവർത്തനമാണ് അവർ നടത്തുന്നത് അവിടെ. അപ്പോൾ എത്രയും വേഗം പാലസ്തീനുകളെ അവിടെ നിന്ന് ഇല്ലാതാക്കുക, ഒന്നുകിൽ അവരെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുക, അല്ലെങ്കിൽ അവരെ മുഴുവനായിട്ട് നശിപ്പിക്കുക, ഇതൊക്കെയാണ് ഇസ്രായേലിൻ്റെ പരിപാടികൾ. പക്ഷേ അവരുടെ ഇക്കാര്യത്തിലെല്ലാം അവർക്കൊരു ജസ്റ്റിഫിക്കേഷനേ ഉള്ളൂ. ഞങ്ങളെ ലോകം മുഴുവൻ ഇതുവരെ നശിപ്പിച്ച രാജ്യങ്ങളാണുള്ളത്. ഇസ്രായേൽ അവരുടെ കാലം മുഴുവൻ എത്രയോ പാടുപെട്ടിട്ടാണ് അവരുടെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നത്.
അങ്ങനെയൊക്കെയുള്ള പഴയ ചരിത്രം മാത്രമേ അവർക്ക് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. അതൊരു ജസ്റ്റിഫിക്കേഷനായി ആരും അംഗീകരിക്കുന്നുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നയങ്ങളെല്ലാം അമേരിക്കയുടെ നയമാണ്, അത് ഇസ്രയേലാണ് അത് നടത്തുന്നത്. അതുകൊണ്ടാണ് ഇസ്രയേലിന് ഇതിലുള്ള ധൈര്യം കിട്ടുന്നതെന്നെല്ലാം നമുക്കറിയാം. ബാക്കിയൊക്കെ ടെക്നിക്കാലിറ്റീസാണ്. പിന്നെ ഖത്തറിൻ്റെ കാര്യം നോക്കിയാൽ നമുക്കറിയാം, ഖത്തർ ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിന് ഒരു വിമാനം സമ്മാനം കൊടുത്ത രാജ്യമാണ്. നോക്കൂ, എത്ര വിചിത്രമായൊരു സംഭവമാണത്. ഒരു വിമാനം അദ്ദേഹം കൊടുത്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരും അമേരിക്കൻ പ്രസിഡൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങാനും ഒക്കെ താല്പര്യമുള്ള രാജ്യമാണ്. അതും ഇവിടെ നമ്മൾ ഓർക്കേണ്ടതാണ്. കാരണം അത്രമാത്രം അമേരിക്കയ്ക്ക് വേണ്ടി വേറെ ആരും ചെയ്യാത്ത സഹകരണം ചെയ്ത ഒരാളിനോടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിലൊന്നും നയങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ അവർ ലോ നോക്കിയായിട്ടാണെന്നോ ഇതൊക്കെ ഇത്തരം യുദ്ധത്തിൻ്റെ ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സ് നോക്കിയിട്ടാണോ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതിനകത്തൊരർത്ഥവുമില്ല. അത് ഇസ്രായേൽ പണ്ടേ തീരുമാനിച്ചിട്ടുള്ളതാണ്, പണ്ടേ നടത്തുന്ന കാര്യങ്ങളുമാണ്. ശരി, അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ ട്രംപിന് പ്രത്യേക വിമാനം തന്നെ കൊടുക്കുകയാണ് ചെയ്തത്. അതൊരു നിയമപ്രശ്നവും അവിടെ ഉണ്ടായി അമേരിക്കയിൽ. കാരണം സാധാരണഗതിയിൽ പ്രസിഡന്റ് ഇങ്ങനെയുള്ള വിമാനങ്ങളിൽ സഞ്ചരിക്കാറില്ല. അത് അമേരിക്കയുടെ തന്നെ കൃത്യമായ യാത്രാ സംവിധാനമുണ്ട്, ആ സംവിധാനം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതൊക്കെ അവിടെ ചർച്ചയായതുമാണ്. ശരി, ശ്രീ മോഹൻ വർഗീസും ഈ ചർച്ചയുടെ ഭാഗമാണ്. അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ PM നാരായണൻ, ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല ഇസ്രായേലിന് എന്നത് ഒരു വലിയ തിരിച്ചടി തന്നെയല്ലേ? നമ്മൾ ഇവരുടെ യുദ്ധവിക്രമത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ അതിൽ ഒരു കറുത്ത അധ്യായം, പരാജയപ്പെട്ടൊരു ദൗത്യം എന്ന നിലയിലായിരിക്കുമോ ഈ ദോഹ ആക്രമണം അടയാളപ്പെടുത്തപ്പെടുക? ഇനി അതല്ലാത്തൊരു വശം അങ്ങ് കാണുന്നുണ്ടോ? അതായത് ഇപ്പോൾ ട്രംപ് പറയുകയുണ്ടായി ഇറാൻ്റെ ഏതൊക്കെ തരത്തിലുള്ള ആണവ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് എന്ന്. പക്ഷേ അതിന് കാര്യമായ കേടുപാടുകൾ തട്ടിയിട്ടില്ല എന്ന് ഇറാൻ പ്രതികരിക്കുന്നത് കണ്ടു. ഇന്ത്യയിലടക്കമുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ആ രൂപത്തിലാണ് വാർത്തകൾ നൽകിയത്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചിത്രങ്ങൾ സഹിതം പിന്നീട് പുറത്തു വന്നു. കാര്യമായ കേടുപാടുകൾ അത്തരം പ്രധാനപ്പെട്ട അവരുടെ ആണവ കേന്ദ്രങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന്, അവിടെ നിന്ന് അവരുടെ പ്രവർത്തനം മറ്റ് മേഖലകളിലേക്ക് മാറ്റിയിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ പിന്നീട് വരികയുണ്ടായി. ട്രംപ് പറഞ്ഞതൊരു വീരവാദം മാത്രമായിരുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നു. അങ്ങനെ ഒരു അധ്യായം നാം ഇനി കാണാനിരിക്കുകയാണോ? അതല്ല, ഇതൊരു സമ്പൂർണമായ പരാജയമായിരുന്നോ? ഇതിൽ ഈ ഇറാനിലും സിറിയയിലും ലെബനോണിലും എല്ലാം ഇസ്രായേൽ ഉണ്ടാക്കിയ അക്രമവുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു പരാജയമായിട്ട് വേണം നമുക്ക് കാണാൻ. കാരണം എന്ന് വെച്ചാൽ അവിടെ കംപ്ലീറ്റ് ആയിരുന്നു. ഇപ്പം പേജർ കൊണ്ട് ഇപ്പം അവിടെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ, അതേപോലെ സിറിയയിൽ കടന്നു കയറി ഈ ഹമാസ് ആളുകളെ കൊല്ലുന്നത്, ഇതെല്ലാം വളരെ കൃത്യമായ ചിട്ടയോട് കൂടി ചെയ്ത വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണമായിരുന്നു. പക്ഷേ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇവിടെ നടന്ന ആക്രമണം അത്ര ഫലം ചെയ്തിട്ടില്ല എന്ന് തന്നെ കാണാൻ പറ്റും. പക്ഷേ ഇതിൽ എനിക്ക് ചേർത്ത് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഈ ഇൻഫർമേഷൻ ഓൾറെഡി ലീക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾക്കിപ്പോൾ വാർത്തകളെല്ലാം അറിയപ്പെടുന്നത് 10 നിമിഷം കഴിഞ്ഞാണ്, ഈ ഇസ്രായേൽ ആക്രമിച്ച് 10 നിമിഷം കഴിഞ്ഞാണ് ഈ വിവരം പറഞ്ഞതെന്നാണ്. അത് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്ന കാര്യം മാത്രമാണ്. ഒരു പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ വിവരം അറിയിച്ചിട്ടുണ്ടായിരിക്കാം. ഇതൊരു തരത്തിലുള്ള സിഗ്നലിംഗ് ആയിരിക്കാം. ഓക്കെ, വി ഡോണ്ട് വാണ്ട് ടു നെഗോഷിയേറ്റ് എന്നുള്ള ഒരു ഇസ്രായേലിൻ്റെ അടിവരയിട്ടുള്ള പറച്ചിലിൻ്റെ ഭാഷയായിരിക്കാം ഈ അക്രമം. ഇതിനുള്ള കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം ശ്രീനിവാസൻ സാർ വളരെ കൃത്യമായി ഇത് പറഞ്ഞു വെച്ചു. ലോകം ഇത്രയും വലിയ ഒരു ജീനസൈഡ് നടക്കുന്ന അവസരത്തിൽ ഇത്രയും മുഖം തിരിച്ചു നിന്ന ഒരു കാലം എനിക്ക് തോന്നുന്നില്ല ഈ ഒരു നൂറ്റാണ്ടിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. അത്രയും കൂടുതൽ ആളുകൾ ഈ ഗാസയിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ ബോംബിടുമ്പോൾ, ഇത്രയും ജനം മുഴുവൻ തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൻ്റെ ഈ തണൽ ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട് ലോകരാജ്യങ്ങളിൽ നിന്നും, അമേരിക്കയിൽ നിന്നും, GCC അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾക്കതായിട്ടുള്ള വഴിയുണ്ട്. ഗാസ ക്ലീൻ ചെയ്യാം, അവിടെ ഇസ്രായേലിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാം. അതുമാത്രമല്ല, ഇപ്പോൾ ട്രംപിൻ്റെയൊക്കെ ആവിഷ്കരിക്കുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ അവ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇപ്പോൾ ഇത്തരത്തിലുള്ള നെഗോസിയേഷനിൽ നിന്നും വലിയ താല്പര്യമുണ്ടാകാനുള്ള സാധ്യതയില്ല. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഇൻഡയറക്റ്റ്ലി GCC കൺട്രിയെ അറ്റാക്ക് ചെയ്തതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ഈ 2023 ഒക്ടോബർ 7 പ്രകോപനത്തെ തുടർന്ന് ഇസ്രായേൽ തുടങ്ങിയ ഗാസ അധിനിവേശം, അവിടെ നടക്കുന്ന വംശഹത്യ,
അതിൻ്റെ മാനങ്ങൾ ഇപ്പോൾ എത്രത്തോളമാണ് മാറിയിരിക്കുന്നത് 23 മാസം പിന്നിടുമ്പോൾ? അമേരിക്കയുടെ സ്വഭാവത്തിലുള്ളൊരു രാജ്യമായി ഇസ്രായേൽ മാറുകയാണോ? വിവിധ രാജ്യങ്ങളെ ആക്രമിക്കുക, അവിടെയൊക്കെ ആക്രമണം നടത്തുക എന്ന് പറയുന്ന ലോക പോലീസ് എന്ന് പറയുന്ന പദവി അമേരിക്കയ്ക്കായിരുന്നല്ലോ. അമേരിക്ക അത് ഇസ്രായേലിന് വേണ്ടി ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്നു എന്നതാണോ കാണേണ്ടത്? കാരണം 6 രാജ്യങ്ങളാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. പലസ്തീനിൽ തുടങ്ങുന്നു, ഈ പറയുന്ന സിറിയ, യമൻ, ലെബനൻ, ടുണീഷ്യ, ഇപ്പോൾ ഖത്തർ. അങ്ങനെ വരുമ്പോൾ പുതിയ ലോക പോലീസായി അമേരിക്ക ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒന്നായി ഇസ്രായേൽ മാറുകയാണോ? അങ്ങനെയെങ്കിൽ നാം ഈ 2ാമത്തെ വർഷം, ഗാസയിൽ വംശഹത്യ നടക്കുന്ന 2ാമത്തെ വർഷം അടുത്ത മാസം 7-ാം തീയതിയിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പലസ്തീനെ ആക്രമിക്കാനുള്ള ഇമ്മ്യൂണിറ്റി മാത്രമല്ല ഇപ്പോൾ ഇസ്രായേലിനുള്ളത്, 6 രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഇമ്മ്യൂണിറ്റിയിലേക്ക് അത് വളർന്നു എന്നാണോ? ധാർമ്മികതയ്ക്ക് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് ഒരിക്കൽ കൂടി ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം മറ്റൊരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ ആക്രമിക്കുന്നത്. പ്രത്യേകിച്ചും ഖത്തർ പോലെ ഒരു രാജ്യം, അത് മധ്യസ്ഥ റോൾ വഹിക്കുന്ന രാജ്യമാണ്. പലപ്പോഴും ഇസ്രായേൽ ആരോപിച്ചിട്ടുള്ളത് ഖത്തർ തീവ്രവാദികൾക്ക് അഭയം നൽകുന്ന രാജ്യമാണ്. ഹമാസിനും ഹിസ്ബുള്ളായ്ക്കും അതുപോലെ താലിബാനും എല്ലാം തന്നെ കടന്നു വരാവുന്ന ഒരു സുഗമമായ ഒളിയിടം എന്ന നിലയിൽ ഇസ്രായേൽ ഖത്തറിനെ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ അജണ്ട അനുസരിച്ച് ലോകത്ത് ഏത് രാജ്യത്തെയും ആക്രമിക്കും, എന്നാലും അമേരിക്കയുടെ പിന്തുണ ഉള്ളിടത്തോളം കാലം ദേ വിൽ ഗോ സ്കോച്ച് ഫ്രീ എന്ന ഒരു നിഗമനമാണ്. അതുമാത്രമല്ല, ഒരിക്കൽ പോലും ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിലിലെ ഒരു രാജ്യത്തെ ഇസ്രായേൽ ആക്രമിക്കില്ല. പ്രത്യേകിച്ച് 1973 യുദ്ധത്തിന് ശേഷം ഒരിക്കൽ പോലും GCC രാജ്യങ്ങളൊന്നും തന്നെ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഒരൊറ്റ GCC രാജ്യവും നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ ഇല്ല എന്നോർക്കണം. ശ്രീ വേണു ഇവിടെ സൂചിപ്പിച്ച 5 രാജ്യങ്ങൾ അത് അറബി ഇസ്ലാമിക ലോകത്തുള്ള രാജ്യമാണ്. ഇറാൻ ഒഴിച്ചുള്ള മറ്റ് 4 അറബി രാജ്യങ്ങളും, അതിൽ ഇറാഖുണ്ട്, സിറിയ ഉണ്ട്, ലെബനനുണ്ട്, അതുപോലെ യമനുണ്ട്. ഈ 4 രാജ്യങ്ങളും ഇറാൻ നൽകുന്ന സഹായമുള്ള ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് എങ്കിൽ പോലും ഈ സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾക്ക് നേരെ ഇസ്രായേലിന്റെ സൈനിക ആക്രമണം ഉണ്ടായി എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിക മേഖലയിലുള്ള, എന്നാൽ അറബി മേഖലയ്ക്ക് തൊട്ട് വെളിയിൽ കിടക്കുന്ന ഇറാനിലേക്ക് അത്യുഗ്രൻ ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടത്. ഇവിടെ ഒരു ലക്ഷ്മണ രേഖ ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. എവിടെയാണ് ഖത്തറിന്റെ പ്രസക്തി ശ്രീ വേണു? ഖത്തറിന്റെ പ്രസക്തി എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് കടന്നു ചെല്ലാനാവാത്ത നെഗോഷിയേറ്റിംഗ് ടേബിൾ, അത് ഈ ഖത്തറിന് മാത്രം കഴിയുന്നതാണ്. ഹമാസുമായി നേരിട്ട് സംസാരിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. താലിബാനുമായി നേരിട്ട് സംസാരിക്കാൻ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. തീവ്രവാദ വിഭാഗങ്ങളുമായി, ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുമായി സംസാരിക്കാൻ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. ഇസ്രായേൽ ഒരിക്കലും അത് സാധിക്കില്ല. അങ്ങനെയെങ്കിൽ ഒരു ഇന്റർലൊക്യൂട്ടറുടെ സഹായം വേണം. പക്ഷേ സിറിയയുമായി ബന്ധപ്പെട്ടോ, അമേരിക്ക തലയ്ക്ക് വില പറഞ്ഞയാൾ, അവിടെ ഈ ISIS-ന്റെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നയാൾ, അവിടെ അട്ടിമറി നടത്തി ഭരണം നടത്തുമ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ട അനുകൂല നിലപാട് അമേരിക്കയ്ക്ക് നേരിട്ടെടുക്കാൻ പറ്റുന്നുണ്ട്. അവിടെ ആ ചിത്രത്തിൽ ഖത്തറിനെ കണ്ടിട്ടില്ല, ഈജിപ്തിനെ കണ്ടിട്ടില്ല. അവിടെ ഉണ്ടായിട്ടില്ല. ഈജിപ്തും ഖത്തറും ആ ഒരു കാര്യത്തിൽ മുൻ അൽ ഖൈദ നേതാവ് ഇപ്പോൾ സിറിയയുടെ ഭരണാധികാരിയാണ്. അവിടെ അമേരിക്ക നേരിട്ടിടപെട്ടു. ടർക്കിയുടെ സഹായത്തോടു കൂടി അമേരിക്ക നേരിട്ടിടപെട്ടു. ഇസ്രയേലി, അമേരിക്കൻ ആൻഡ് ടർക്കിഷ് ഇൻട്രസ്റ്റ് കൺവേർജ് ഇൻ ദ കേസ് ഓഫ് സിറിയ. ഇതവിടെ അതുപോലല്ല. ഹമാസിന്റെ കാര്യം വരുമ്പോൾ ഒരു കാരണവശാലും അമേരിക്കൻ നേതൃത്വത്തിന് ഹമാസുമായി നേരിട്ട് ചർച്ച ചെയ്യാനാവില്ല. അങ്ങനെയെങ്കിൽ ട്രംപിന്റെ സമാധാന നോബൽ സമ്മാനം പൂവണിയണം എങ്കിൽ ഒരു നെഗോസിയേഷൻ ആവശ്യമാണ്. അല്ലാതെ കീഴടങ്ങാൻ ഹമാസ് ഒരുപക്ഷെ തയ്യാറാവില്ല. അല്ലെങ്കിൽ ഇസ്രായേൽ 2 വർഷം ശ്രമിച്ചിട്ടും ഹമാസിനെ പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അപ്പോൾ ഇസ്രായേലിന്റെ 2 അജണ്ടകൾക്ക് വേണ്ടിയാണ്. ഇപ്പം നേരത്തെ ശ്രീ വേണു സൂചിപ്പിച്ചല്ലോ, ഇസ്രായേലിന്റെ അജണ്ടയാണ് ഹമാസിന്റെ ഉന്നത നേതൃത്വം, അവശേഷിക്കുന്ന നേതൃത്വം, ഹമാസിന്റെ നേതൃത്വം ഖത്തറിൽ ഒളിയിടങ്ങളിൽ താമസിക്കുമ്പോൾ അവരെ എലിമിനേറ്റ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശം പൂർണ്ണമായി നടപ്പായിട്ടില്ല. പക്ഷേ 2 ഉദ്ദേശങ്ങൾ നടപ്പായി. അതിലൊരു ഉദ്ദേശം എന്താണ്? ഖത്തർ ആകട്ടെ മറ്റേതെങ്കിലും രാജ്യമാകട്ടെ, ഹമാസ് എവിടെ പോയി വസിച്ചാലും ഞങ്ങൾ നിങ്ങളെ തേടി വരും എന്ന ഒരു സന്ദേശം. തീർച്ചയായും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആ സന്ദേശം ഉണ്ടായി. 2, ഒരു സമാധാന നീക്കവും ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് സമാധാനം വേണ്ട. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ സമാധാനം ഇപ്പോൾ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. സമാധാനം ഉണ്ടാകുന്ന ആ നിമിഷം ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളുടെ വലിയ ഭാണ്ഡം തുറന്നു വരും. ഇസ്രായേൽ ഒരു നിയമവാഴ്ചയുള്ള രാജ്യം കൂടിയാണ്, ജനാധിപത്യ രാജ്യമാണ്. അതിനുള്ളിൽ ഇസ്രായേൽ പുറത്ത് കാട്ടുന്നത് എന്തെല്ലാം മുഷ്കും ധിക്കാരവുമാണെങ്കിലും ഇതിനുള്ളിൽ ചോദിക്കാൻ ആളുണ്ട്, ഒരു തിരുത്തൽ ശക്തിയുണ്ട്. അതേക്കുറിച്ച് ബെഞ്ചമിൻ നെതന്യാഹു വളരെയധികം ബോധവാനുമാണ്. അതുകൊണ്ടാണ് ഒരു ആഭ്യന്തര തിരുത്തൽ സംവിധാനം നിലനിൽക്കെ
ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അധികാരത്തിൽ തുടരണമെങ്കിൽ നിരന്തരം ഒരു വാർ ഗിയറിൽ അല്ലെങ്കിൽ വാർ മെഷീനറി ചലനാത്മകമായിരിക്കണം, ഡൈനമിക് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ സമാധാന ശ്രമങ്ങൾക്ക് കടയിൽ തന്നെ കത്തിവെച്ചെങ്കിലേ പറ്റൂ. ഇപ്പോൾ ട്രംപ് ഇനിഷ്യേറ്റ് ചെയ്ത ഒരു സമാധാന ശ്രമം, അതിൽ ഖത്തർ ഒരു പങ്കാളിയാണ്, ഈജിപ്റ്റ് ഒരു പങ്കാളിയാണ്. അപ്പോൾ അങ്ങനെ ഹമാസ് നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് വരികയാണ്. അല്ല എങ്കിൽ വെടിനിർത്താൻ തയ്യാറാണ്, ഉപാധികളില്ലാതെ ചില കാര്യങ്ങളിൽ നീക്കുപോക്കിന് തയ്യാറാണ് എന്ന ഘട്ടം വരുമ്പോൾ അത് അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഈ ഹംസത്തെ ആവശ്യമില്ല, എങ്ങനെയും ഖത്തറിൻ്റെ ഒരു റോൾ അവസാനിപ്പിക്കണം. ഒരുപക്ഷെ ഈജിപ്റ്റ് ആയിരിക്കണം ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഈജിപ്റ്റ് സമാധാന ശ്രമം നടക്കട്ടെ, അവിടെ ഒരുപക്ഷെ റാഡിക്കൽ ഇസ്ലാമിക് ഗ്രൂപ്പുകൾക്ക് ആ രീതിയിലുള്ള സ്വാധീനമില്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന് കടന്നു ചെല്ലാൻ മുൻകാലങ്ങളിൽ പറ്റുമായിരുന്നു, ഇപ്പോൾ അധികം പറ്റുന്നില്ല ഈജിപ്തിൽ. ഒരുപക്ഷെ ഖത്തറിൽ നിന്നും ഈജിപ്തിലേക്ക് സമാധാന ശ്രമങ്ങൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക എന്ന ഇസ്രായേലിൻ്റെ ഒരു ലക്ഷ്യം ഇതിന് പിന്നിൽ ഉണ്ടാവാം. അതുകൊണ്ട് ഇസ്രായേലിന് മൾട്ടിപ്പിൾ ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഹമാസിന്റെ നേതാക്കളെ വധിക്കുക എന്ന ലക്ഷ്യം പൂർണ്ണമായി നിറവേറ്റാനായില്ല എങ്കിലും മറ്റു ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇസ്രായേലും കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നിഗമനം. ശ്രീ ടി പി ശ്രീനിവാസൻ, ഇവിടെ ശ്രീ മോഹൻ വർഗീസ് ചൂണ്ടിക്കാട്ടിയ ഒരു ഉദ്ദേശം ഇസ്രായേലിനുണ്ടോ? ഇനി ഖത്തർ വേണ്ട ഇതിൽ നിന്ന്, കാരണം ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് സമാധാന ചർച്ച എത്തുന്ന സന്ദർഭത്തിലാണ് ഈ ആക്രമണം. ഇറാനിലും അതേ സമാനമായൊരു സാഹചര്യം നാം കണ്ടതാണ്. 6 വട്ട ചർച്ച ഫലപ്രദമായി നടക്കുന്ന ഘട്ടത്തിലാണ് ആക്രമണം നടക്കുന്നത്. അപ്പോൾ ഈ ചർച്ചയൊക്കെ വെറുതെയാണ്. യഥാർത്ഥ കാര്യം നേടുന്നതിന് ഒരുപക്ഷെ അത് ഏറ്റവും നല്ല സന്ദർഭമായി പോലും അത് ദുരുപയോഗിക്കാൻ കഴിയുന്നു ഇസ്രായേലിന് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ വരുന്നത്. ഖത്തറിനെ ഒഴിവാക്കുക, ഈജിപ്റ്റ് ചിത്രത്തിലേക്ക് വരട്ടെ എന്ന ചിന്ത അവർക്കുണ്ടോ? അതുണ്ടായിരിക്കാം. പക്ഷേ 2-3 കാര്യങ്ങളും കൂടെ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്, കൂടുതൽ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പാലസ്റ്റൈൻ സ്റ്റേറ്റ് അംഗീകരിക്കുന്നു എന്ന ഒരു വാർത്ത ഉണ്ടായിട്ടുണ്ട്. പല സ്റ്റേറ്റുകളും, കാനഡ ആയാലും UK ആയാലും ഒക്കെ അതിനുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ ഒരു നടപടിയാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നഷ്ടം വരുന്നു, അതിനു മുമ്പ് കൂടുതൽ നാശം വരുത്താനായിട്ട് അല്ലെങ്കിൽ ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ത്വര അവർക്കിപ്പോഴുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഈ രാജ്യങ്ങളെല്ലാം ഇസ്രായേലുമായിട്ട് ബന്ധങ്ങൾ പുലർത്താൻ ശ്രമിക്കുകയാണ്. പല GCC രാജ്യങ്ങൾ തന്നെ ഇസ്രായേലുമായിട്ട് കരാറുണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ സ്ഥിതിവിശേഷത്തിൽ ഇവരിൽ നിന്ന് GCCയിൽ നിന്നോ മറ്റുള്ള നല്ല ബിസിനസ്, ഇപ്പോൾ ഇസ്രായേൽ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ അതുപോലെ ഒരു ശക്തമായ എതിർപ്പ് വരികയില്ല എന്നൊരു വിചാരം കൂടി ഇസ്രായേലിനുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ കൂടെ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ GCCയെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നവർക്കുണ്ടായിരുന്ന അഭിപ്രായം ഇപ്പോൾ മാറിയതുപോലെ തോന്നുകയാണ്. അതുതന്നെ അമേരിക്കയുടെയും പോളിസി അത് തന്നെ ആയതുകൊണ്ട് കുറച്ചുകൂടെ ശ്രമിച്ചു നോക്കുക ഇത് അവസാനിപ്പിക്കാൻ. അത് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ടെററിസ്റ്റിനെ അവസാനിപ്പിക്കുക, അങ്ങനെ യുദ്ധം ജയിക്കുക എന്നൊരു നയത്തിലേക്ക് അവർ മാറിയിരിക്കുകയാണ്. അത് പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും വെളിയിൽ അറിയത്തക്കവണ്ണം അവർ തീർച്ചയായിട്ടും ചെയ്യില്ല. പക്ഷേ ആ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇസ്രായേലിന് ഗാസയിൽ വിജയം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഈ 2 കാര്യങ്ങളും, ഇസ്രായേലിൻ്റെ ഈ പീസ് മൂവ്സ് ഇൻ ദ ഗൾഫ്, അവിടെ ബിസിനസ്, അവരുടെ ഹോളിഡേ പോലും മാറ്റി ഞായറാഴ്ച അവധി കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഈ രാജ്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇസ്രായേലിൻ്റെ ബിസിനസ് വളരെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെയാണ് കൂടുതൽ റെക്കഗ്നിഷൻ പാലസ്റ്റീന് കിട്ടുന്നു എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഒരു സ്പീഡപ്പ് ചെയ്യുക എന്നുള്ള തരത്തിലായിരിക്കണം ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കാൻ തീരുമാനിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാണുമ്പോൾ കൂടുതൽ ഇസ്രായേലിന് ധൈര്യം വരും. കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ, അവരുടെ ആ പരിപാടി അവസാനിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിചാരം. ശരി. ശ്രീ സജി മാർക്കോസ്, ഇവിടെ ഇപ്പോൾ എന്താണ് ഇസ്രായേലുമായി ബന്ധപ്പെട്ട GCC രാഷ്ട്രങ്ങളുടെ താല്പര്യമെന്ന് ശ്രീ ടി പി ശ്രീനിവാസനോട് പലവട്ടം പറയുകയുണ്ടായി. അത് വളരെ പ്രധാനവുമാണ്. ഇനിയിപ്പോൾ ഈ പരമാധികാര രാഷ്ട്രത്തെ കയറി ആക്രമിച്ചു, ഭീകരപ്രവർത്തനമാണെന്നൊക്കെ ഖത്തർ ഇങ്ങനെ പറയുന്നുണ്ട്. GCC രാജ്യങ്ങളും സമാനമായ പ്രസ്താവന നടത്തുകയും ഐക്യദാർഢ്യ പ്രകടനമൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവസാനം ഈ ട്രംപ് പറഞ്ഞൊരു വാചകത്തിൽ കാര്യങ്ങൾ നിൽക്കുമോ? ട്രംപ് പറയുകയുണ്ടായി, ഇത് ഞങ്ങൾ അറിയാൻ വൈകിയെന്നൊക്കെ. സ്റ്റീവ് വിറ്റ്കോഫിനെ കാര്യങ്ങൾ പറഞ്ഞ് അറിയിക്കുന്നു. വിറ്റ്കോഫ് ഇവരെ ബന്ധപ്പെടുന്നു. അപ്പോഴേക്കും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുടങ്ങിയെന്ന് ഖത്തറിൻ്റെ തന്നെ ഔദ്യോഗിക എക്സ് ഹാൻഡിലൊക്കെ അതിൻ്റെ ഔദ്യോഗികമായ
സ്ഥിരീകരണം തന്നെ വരികയും ചെയ്തതാണ് നമ്മുടെ മുന്നിൽ. അതൊക്കെ എത്ര വിശ്വസിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നവിടെ നിൽക്കട്ടെ. പക്ഷെ അപ്പോഴും ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഒരാക്രമണം ഖത്തറിൽ ഉണ്ടാകില്ല എന്ന്. അപ്പോൾ ഇത് ലക്ഷ്യം കണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്ത് ഇനി ഒരാക്രമണം ഉണ്ടാകില്ല എന്ന ട്രംപിൻ്റെ ഉറപ്പിൽ GCC മുട്ടുമടക്കുമോ? 12-ാം ദിനം ഈ ഇറാനുമായി ബന്ധപ്പെട്ട സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു, അത് നടപ്പാക്കിയതുപോലെ ഇപ്പോൾ ഖത്തറിനോടും പറയുകയാണ് ഇനി ആക്രമണം ഉണ്ടാകില്ല. അതിൽ അവസാനിക്കുമോ ഈ GCCയുടെ ഐക്യവും പ്രതിഷേധവുമെല്ലാം? വേണു, ഇതിനകത്ത് നിർഭാഗ്യകരമായ ഒരു കാര്യം, ഈ പറയുന്ന GCC രാജ്യങ്ങളുടെ എല്ലാം സെക്യൂരിറ്റി അലൈ എന്ന് പറയുന്നത് അമേരിക്കയാണെന്നുള്ളതാണ്. ഇവരുടെ സുരക്ഷാ കാര്യങ്ങളിൽ ഇവരുടെ ഒരു സുരക്ഷാ പങ്കാളി എന്ന് പറയുന്നത് അമേരിക്ക ആയിരിക്കുന്നിടത്തോളം കാലം ഈ പ്രതിഷേധം എങ്ങും എത്താതെ പോകാതിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. അമേരിക്ക പറഞ്ഞതിനപ്പുറത്തേക്ക് പോകാൻ ഒരു സാധ്യത തൽക്കാലം നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇന്നലെ മുതൽ നമ്മൾ വേറൊരു ഇസ്രയേലിനെയാണ് കാണുന്നത്. ഇതിനു മുൻപും ഇസ്രയേൽ മറ്റു രാജ്യങ്ങളെ, പരമാധികാര രാജ്യങ്ങളെ ആക്രമിക്കുകയും അവിടെ നിന്ന് അവർക്ക് വേണ്ടിയ ആളുകളെ സ്മഗിൾ ചെയ്ത് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി. 1948 ഐസ്മാനെ കൊണ്ടുവന്നു. പിന്നീട് ഇറ്റലിയിൽ നിന്ന് മൊർദെഖായ് വനൂനുവിനെ കൊണ്ടുവന്നു. അവര് ദുബൈയിൽ ആക്രമണം നടത്തി. ഈ സമയത്തെല്ലാം അവർ ഒരുപക്ഷെ ഞങ്ങൾ ചെയ്തിരിക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിവുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഞങ്ങളല്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇന്നലെയാണ് ആദ്യമായി ഇസ്രയേൽ പറയുന്നത് ഈ ആക്രമണത്തിന് വേണ്ടി ഞങ്ങളാണ്. ഇന്നലെ അമേരിക്കയിലേക്കുള്ള ഇസ്രയേലിന്റെ അംബാസഡർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ലക്ഷ്യം തെറ്റി. കാരണം അവർ ഖലീൽ അൽ ഹയ്യയാണല്ലോ ലക്ഷ്യം വെച്ചിരുന്നത്. ആ ലക്ഷ്യം തെറ്റിയെങ്കിൽ ഞങ്ങൾ ഇനി എവിടെ പോയാലും ഏത് കാലത്താണെങ്കിലും ആക്രമിക്കുമെന്ന് വളരെ പ്രകടമായി പച്ചയായി പറയുന്ന ഒരു നിലവാരത്തിലേക്ക് ഇസ്രയേൽ മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒരു നിലപാട് ഇസ്രയേലിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അവർ മറ്റു രാജ്യങ്ങൾ കടന്നു കയറി ആക്രമണം നടത്തുകയോ കൊല്ലുകയോ ആളുകൾ പിടിച്ചുകൊണ്ടുവരികയോ ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു ചരിത്രം ഇതിനു മുമ്പില്ല. പക്ഷെ ഇത്തവണ ആദ്യമായി അവർ പറഞ്ഞിരിക്കുന്നു, യെസ്, ഇത് ചെയ്ത് ഞങ്ങളാണ്, ഇതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം തികഞ്ഞ അഭിമാനത്തോടും അഹങ്കാരത്തോടും കൂടി പറയുന്ന ഒരു ഇസ്രയേലായി മാറിയിരിക്കുന്നു. ഇതേ സമയത്ത് തന്നെ ഈ ആക്രമണം നടന്നിരിക്കുന്ന രാജ്യങ്ങളിലെല്ലാം ഇപ്പൊ വേണു റൈറ്റ്ലി സെഡ് ഏതാണ്ട് 8ഓളം രാജ്യങ്ങളെയാണ് ഈ പറയുന്ന ഒരു മാസത്തിനുള്ളിൽ ഇസ്രയേൽ ആക്രമിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു രാജ്യവും ലോകത്തിലില്ല. 8 പരമാധികാര രാജ്യങ്ങളെ ആക്രമിച്ചിരിക്കുന്ന ഒരു രാജ്യം തികഞ്ഞ അഭിമാനത്തോട് പറയാണ്, ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ലക്ഷ്യം തെറ്റിയെങ്കിൽ ഞങ്ങൾ ഇനി വീണ്ടും ആക്രമിക്കും. ഇനിയും അവരുദ്ദേശിച്ചിരിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഹമാസിന്റെ നേതാക്കന്മാരിൽ ഏറ്റവും സമാധാനപ്രിയൻ എന്ന് വിളിക്കാവുന്ന ഒരാളാണ് ഈ ഖലീൽ ഹയ്യ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ 2 മക്കൾ, 2017 ഒരു മകൻ മരിച്ചു, ഇപ്പോഴൊരു മകൻ മരിച്ചു, സഹോദരൻ ഇപ്പോൾ 17 പേർ കൊല്ലപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം. എന്നിട്ട് സമാധാനത്തിന്റെ ഒരു വഴിയിലൂടെ, ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നതിനിടയിലാണ് ഇന്നലെ നടന്ന ആക്രമണം നടന്നിരിക്കുന്നത്. അങ്ങനെ പുതിയൊരു ഇസ്രായേൽ രൂപം കൊണ്ടിരിക്കുകയാണ്. പുതിയ രൂപത്തിനും ഭാവത്തിനും ലോകത്തിനും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളാണ് കൊന്നതെന്ന് പറയുന്ന ഞങ്ങളാണ് ആക്രമിച്ചതെന്ന് പറയുന്ന ഒരു ഇസ്രായേൽ. അതേസമയം അമേരിക്ക പറയുന്നു ഇനി ഒരു ആക്രമണം ഉണ്ടാകില്ല, നിർഭാഗ്യകരമായി പോയി. ഈ സമയം നമ്മുടെ ഇന്ത്യയുടെ പ്രതികരണവും ഒന്ന് പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല കേട്ടോ. എല്ലാ രാജ്യങ്ങളും ഇതിനെ, ജപ്പാൻ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ, മലേഷ്യ ഉൾപ്പെടെ രാജ്യങ്ങൾ ഇതിനെ കണ്ടം ചെയ്തപ്പോൾ ഇന്ത്യ അതിനെ അത്തരത്തിലുള്ള ഒരു അപലപിക്കുന്ന നിലപാടിലേക്ക് ശക്തമായി പോയില്ല. മറിച്ച് ഞങ്ങൾ ഇതിനെ കൺസേൺഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോ ആ നിലയിൽ ഒരു 3 വരി പ്രസ്താവനയാണ് ഇറക്കിയത്. മേഖലയിലെ സമാധാനവും അവിടുത്തെ സുരക്ഷയും അപകടത്തിലാക്കരുത്, ആക്രമണത്തിൽ ആശങ്കയുണ്ട്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപലപിക്കുക എന്നൊരു വാക്ക് പോലുമില്ല. പിന്നെ മാത്രവുമല്ല ശ്രീ സജി മാർക്കോസ്, ഈ സ്ട്രോമിച്ചിനെ ഈ തിങ്കളാഴ്ചയല്ലേ ഇവിടെ വരവേറ്റത്? നിക്ഷേപ കാര്യങ്ങളിലെല്ലാം ധാരണയായത് ഈ 2 ദിവസത്തിന് മുൻപല്ലേ? ഈ പറയുന്ന സ്ട്രോമിച്ച് എന്തൊക്കെ തരത്തിലുള്ള യുദ്ധ കുറ്റവാളിയുടെ സ്വഭാവത്തിൽ പ്രവർത്തിച്ചയാളാണ്. അയാളെ ബ്രിട്ടനും കാനഡയും ഒക്കെ ഉപരോധിച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോകരുതെന്ന് യാത്രാവിലക്ക് ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരു ഘട്ടത്തിൽ ഇസ്രായേലി പോലീസ് പോലും തടവിലാക്കിയിട്ടുള്ള ഒരാളാണ്. ഒരു വേള ചില ആളുകൾ പറയുന്നത് നെതന്യാഹുവിനേക്കാൾ വലിയ വലതുപക്ഷ തീവ്രവാദി. വളരെ വ്യക്തമാണ്. സർ സജി പൂർത്തിയാക്കിക്കോളൂ. ഹലോ. അതുകൊണ്ട് ഇന്ത്യയുടെ ഈ ഖത്തറിന്റെ മേലുള്ള ആക്രമണത്തോടുള്ള ഇന്ത്യയുടെ നിലപാട് തികച്ചും പ്രതിഷേധാർഹമാണ്, നമുക്ക് അംഗീകരിക്കാവുന്നതല്ല. അതേസമയം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ദിശാമാറ്റം സംഭവിച്ചിരിക്കുന്നു. അവർ പരസ്യമായി ലോക സമൂഹത്തോട് പറയുന്നു അവർ മറ്റൊരു രാജ്യത്തെ ആക്രമിച്ചതിനെ ന്യായീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു. അതേസമയം അമേരിക്ക പറയുന്നു ഞങ്ങളിത് അറിഞ്ഞില്ല. ആദ്യം പറയുന്നത് ഞങ്ങളിത് ഈ ആക്രമണത്തെ കുറിച്ച് അറിഞ്ഞില്ല എന്ന് പറയുന്നു. അവർ മുന്നറിയിപ്പ് നൽകി, ഇസ്രായേലിനും ഖത്തറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് നമുക്ക് കൃത്യമായ തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് ഖത്തറിന് അമേരിക്ക അറിയാതെ ഇത്തരം ആക്രമണം നടന്നിരിക്കാനും വഴിയില്ല. അപ്പൊ എല്ലാ നിലയിൽ നോക്കിയാലും ഇസ്രയേലിന് അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അവർക്ക് ആർക്കെയും ഭയപ്പെടാനില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനെ ഈ GCC രാജ്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ചോദിച്ചാൽ നിർഭാഗ്യവശാൽ GCC രാജ്യങ്ങളുടെ സുരക്ഷാ
അലി എന്ന് പറയുന്ന അമേരിക്കയാണ് എന്നതുമാണ്. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, ഇനി എന്തായാലും പക്ഷേ ഈ ട്രംപിന്റെ ഒരു പ്ലാൻ ഉണ്ടല്ലോ, അതിന്റെ ഭാവി എന്തായിരിക്കും? അങ്ങ് പറയുന്നത് പോലെ ഖത്തർ മാറുകയാണ് എങ്കിൽ ഈജിപ്റ്റ് വരികയാണെങ്കിലും പരിഹരിക്കാവുന്ന പ്രശ്നമല്ല ഇത്. കാരണം അൽഹയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, ഈ ചർച്ചയുടെയൊക്കെ ഭാഗമാകേണ്ടത്. അയാൾ എവിടെ പോയാണ് ഇനി ചർച്ചയിൽ ഇരിക്കേണ്ടത്? എവിടെ പോയി ചർച്ച ചെയ്യുന്നു എന്നതിനെപ്പറ്റി ഇസ്രായേലിന് കൃത്യമായ ബോധ്യമുണ്ടാകുമല്ലോ. അവിടെ ആക്രമിക്കപ്പെടുകയായിരിക്കും ചെയ്യുക. അതുകൊണ്ട് ഇസ്രായേൽ ഇനിയിപ്പോൾ ഈ ഏത് രൂപത്തിൽ ഈജിപ്റ്റ് വന്നാലും ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കില്ല എന്നതിൻ്റെ ഒരു തെളിവല്ലേ അത്? ഒരു കാര്യം കൂടി ഡോക്ടർ മോഹൻ വർഗീസ്, ട്രംപിൻ്റെ പ്ലാൻ പുറത്തു വന്ന വിവരമനുസരിച്ച് ആദ്യഘട്ടം എന്ന് പറയുന്നത് 48 ബന്ദികൾ, 20 പേർ ജീവനോടെയുണ്ട്, 28 മൃതദേഹങ്ങൾ, ഇത് കൈമാറണം. ഇസ്രായേൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുന്നു, 1000 തടവുകാരെ വിടുന്നു. അടുത്ത ഘട്ടമെന്ന് പറയുന്നത് ട്രംപ് മുൻകൈ എടുത്തുകൊണ്ടുള്ള പൊളിറ്റിക്കൽ ട്രാൻസിഷൻ, കൂടാതെ ഗാസയുടെ പുനർനിർമ്മാണം. ഇതാണല്ലോ ആ പദ്ധതി. ഇതിൻ്റെ ഭാവി എന്താകും? ഡോക്ടർ മോഹൻ വർഗീസ്. ചോദ്യം എന്നോടാണെന്ന് കരുതുന്നു. അതെ സർ. സമാധാന പ്രക്രിയ അട്ടിമറിക്കപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ ആവശ്യമായി വന്നിരിക്കുന്നു. കാരണം ഘട്ടം ഘട്ടമായി ഉണ്ടാകുന്ന ബന്ദി കൈമാറ്റം, അതും ഘട്ടം ഘട്ടമായി 2 ഘട്ടമായി നടക്കേണ്ട ബന്ദി കൈമാറ്റം, പിന്നീട് ഈ പോസ്റ്റ് വാർ ഗാസ റീകൺസ്ട്രക്ഷൻ, അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, ഇനി അതിനുശേഷം ഉള്ള റീകൺസ്ട്രക്ഷൻ മാത്രമല്ല പോസ്റ്റ് വാർ ഗവർണൻസ് ഇൻ ഗാസ, ഇതിനെക്കുറിച്ചെല്ലാം ഒരു റോഡ് മാപ്പ് തയ്യാറാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു പരിസമാപ്തി, ഈ യുദ്ധത്തിൻ്റെ ഒരു പരിസമാപ്തി 2 വർഷമാകാൻ പോകുന്നു. ഒക്ടോബർ 7, 2025 ആകുമ്പോൾ 2 വർഷം തികയാണ് യുദ്ധത്തിന്. അപ്പോൾ അവിടെ ഒരു അവസാനം വരണമല്ലോ. പക്ഷേ ഇസ്രയേൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ വലതുപക്ഷ റാഡിക്കൽ സയനിസ്റ്റ് ഒരു ചിന്താധാരയുണ്ട്. അവിടെ പല ചിന്താധാരകളുള്ളതിൽ ഒരു വലതുപക്ഷ ചിന്താധാരയുണ്ട്. ആ ചിന്താധാരയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കാരണവശാലും ഹമാസിനെ പൂർണ്ണമായി അവസാനിപ്പിക്കാതെ ഇസ്രയേലിലെ അവരാഗ്രഹിക്കുന്ന വലതുപക്ഷ ഒരു സയനിസ്റ്റ് ചിന്തയിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള സുരക്ഷാ ഉറപ്പുകൾ ലഭിക്കാതെ ഈ യുദ്ധത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ അവർ തയ്യാറല്ല. അതുകൊണ്ടാണ് ഇറ്റ് ഇസ് എ ഗെയിം ഓഫ് പ്രൊലോങ്ങിങ്, ഒരു തരം ഡിലേയിങ് ടാറ്റിക്സ് ആണ്. സമാധാന പ്രക്രിയ നീണ്ടുപോകണം. ഈ പറയുന്ന ശേഷിക്കുന്ന 20 ജീവനും കൂടെ നഷ്ടപ്പെട്ടോട്ടെ എന്ന് നെതന്യാഹു തീരുമാനിക്കുന്നതിന് തുല്യമല്ലേ അത്? അവിടെ ഇപ്പോൾ ടെല്ലവീവിലടക്കം ഈ ബന്ദികളുടെ ബന്ധുക്കൾ ഈ പറയുന്ന തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു ഘട്ടവുമുണ്ടല്ലോ. ഇസ്രയേലിന് ഒറിജിനലി ശ്രീ വേണു ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു. ഇസ്രയേലിൻ്റെ ഓരോ ജീവനും 1000 അറബി ജീവന് തുല്യമാണ് എന്ന ഇസ്രയേലിൻ്റെ ഒരു തിയറി. അതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ ഒരു സൈനികനെ വിട്ടുകൊടുക്കാൻ ആയിരക്കണക്കിന് പലസ്തീനിയൻസിനെ മോചിപ്പിച്ച ഒരു ചരിത്രമുള്ള രാജ്യം കൂടിയാണ് ഇസ്രയേൽ. പക്ഷേ ഇവിടെ 20 ജീവൻ, 28 ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ 20 പേരെങ്കിലും കൺഫേംഡ് ആയിട്ട് ലൈവാണ് ഇപ്പോൾ ഗാസയിൽ അല്ലെങ്കിൽ എവിടെയോ ഒളിയിടങ്ങളിൽ ഹമാസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടാവും. അവരുടെ മോചനമാണ് പ്രയോറിറ്റി എങ്കിൽ തീർച്ചയായും ഇസ്രയേൽ അവസാനമെങ്കിലും ഈ ഹമാസുമായി ചർച്ചയ്ക്ക് വഴങ്ങേണ്ടതാണ്. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്ന പലസ്തീൻ, ആ മോഹമൊക്കെ പിന്നീട് ആകാം. പക്ഷേ ഇപ്പോൾ ആത്യന്തികമായി പ്രയോറിറ്റി ലിസ്റ്റിലെ നമ്പർ 1 ഐറ്റമായി വരേണ്ടത് ബന്ദികളുടെ മോചനമാണ്. ശ്രീ പി എം നാരായണിലേക്ക് കൂടെ പോകാനുള്ളതുകൊണ്ട് സാർ, ശ്രീ പി എം നാരായണൻ, ഈ 20 ജീവനെ വിലമതിക്കുമോ നെതന്യാഹു? കൂടാതെ ഒരു കാര്യം കൂടി, ഇതുവരെ അതിൻ്റെ സാധ്യതകൾ കാണുന്നില്ല. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം, പരമാവധി 2 ആഴ്ചയ്ക്കകം UN ജനറൽ അസംബ്ലി ചേരുകയാണല്ലോ. ഈ 2025 ഒരു പ്രത്യേകത ശ്രീ TPS ചൂണ്ടിക്കാട്ടിയതുപോലെ പുതിയ എത്ര രാജ്യങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്ന സ്വതന്ത്ര പലസ്തീൻ എന്ന് പറയുന്നതിനെ അംഗീകരിക്കാനായിട്ട് ഇപ്പോൾ മുന്നിട്ടിറങ്ങി വന്നിരിക്കുന്നതും. അപ്പോൾ ഇതെല്ലാം ചേർന്ന് ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം, കുറഞ്ഞപക്ഷം അമേരിക്കയ്ക്ക് മേലെങ്കിലും UN-യൊക്കെ പരിഹസിക്കും ട്രംപ് എന്നത് നമുക്കറിയാം എങ്കിൽ പോലും ഒരു ലോക മനസാക്ഷിയുടെ ശബ്ദമാകുന്ന വേദിയാകാൻ UN ജനറൽ അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനത്തിന് കഴിയുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? TP സർ പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം ലോകത്തിൻ്റെ ഒരു ക്ഷമയുടെ ഇലാസ്റ്റിസിറ്റി എത്ര ഉണ്ട് എന്നുള്ള ഒരു പരീക്ഷണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേണു, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അമേരിക്കയും ഇസ്രായേലും 2 എന്നുള്ള ഒരു പ്രിമൈസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചകളെല്ലാം നടത്തുന്നത്. 2ഉം 2അല്ല. അമേരിക്കയ്ക്കും ഇസ്രായേലിനും പൊതുവായ ഒരു താല്പര്യമുണ്ട്. അമേരിക്കയുടെ താല്പര്യം തന്നെയാണ് ഇസ്രായേൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും. ഇത് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ഇപ്പോൾ 2 യുദ്ധം നിർത്താം എന്ന പ്രോമിസിൽ കൂടെയാണ് ട്രംപ് കടന്നു വന്നത്. ആ 2 യുദ്ധവും നിന്നിട്ടില്ല. അപ്പം കഴിയുന്നത്ര വേഗത്തിൽ
ഏതെങ്കിലും ഒരു യുദ്ധത്തിനെങ്കിലും ഒരു ഭാഗികമായ പരിഹാരമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം ആഘോഷിക്കാനുള്ള വേദിയായി മാറും. ഇത് ഇപ്പോൾ UN അടുത്ത അങ്ങ് സൂചിപ്പിച്ച പോലെ UN മീറ്റിംഗ് നടക്കാനിരിക്കുന്നുണ്ട് വരും വർഷങ്ങളിൽ. ഈ കോണ്ടെക്സ്റ്റിൽ ഇത്തരത്തിലുള്ള ചില നേട്ടങ്ങൾ ഉയർത്തി കാണിക്കാൻ ട്രംപിന് സാധിക്കുകയാണെങ്കിൽ, അമേരിക്കയ്ക്ക് സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഗാസയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അടഞ്ഞ അധ്യായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും വലിയിട്ടുള്ള ഒരു അട്രോസിറ്റീസാണ് അവിടെ നടക്കുന്നത്. ലോകരാജ്യങ്ങളെല്ലാം പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ഇപ്പോൾ ഈ GCC രാജ്യങ്ങളിലേക്ക് ഈ അക്രമം എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഹമാസ് എവിടെയുണ്ടോ അവിടെ പോയി ഞങ്ങൾ അവരെ ആക്രമിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇസ്രായേൽ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് വേണ്ടി ഈ GCC രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം അങ്ങേക്ക് നേരിട്ടറിയുന്നൊരു മേഖലയാണല്ലോ ഈ UN ജനറൽ അസംബ്ലിയിൽ ഏതാനും ദിവസങ്ങൾക്കകം ചേരാൻ പോകുന്ന പ്രത്യേക സമ്മേളനത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണവും പ്രതിഫലനവും ഉണ്ടാകുമെന്ന് കരുതാമോ? വളരെ ചുരുക്കി സാർ. ശ്രീ TP ശ്രീനിവാസൻ. ഇല്ല, ജനറൽ അസംബ്ലിയിൽ എന്ത് തീരുമാനമെടുത്താലും അതിന് യാതൊരു ലീഗൽ ബൈൻഡിങ് ആയിട്ടുള്ളതല്ലെന്ന് നമുക്കെല്ലാം അറിയാം. ഇതിലെന്തെങ്കിലും പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലിലേക്കാണ് പോകേണ്ടത്. അവിടെ വീറ്റോ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന ഇപ്പോൾ ഒരു മോറിബണ്ടായിട്ട് ഏകദേശം ഇൻഇഫക്റ്റീവായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. ഇത് ഇസ്രായേലും അമേരിക്കയും കൂടെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രശ്നമാണ്. ഐക്യരാഷ്ട്ര സംഘടന മുമ്പിൽ അവരത് ഒരു ജനറൽ അസംബ്ലിയിലൊരു പ്രമേയം പാസ്സാക്കാൻ പ്രയാസമില്ല. അതുകൊണ്ട് യാതൊരു ഒരു മോറൽ ഫോഴ്സ് എന്നല്ലാതെ അതിന് യാതൊരു പ്രസക്തിയുമില്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ഒരു കാര്യം അപ്പോൾ തീർച്ചയാവുകയാണ്. ഒരു പരമാധികാര രാഷ്ട്രത്തെയാണ് ആക്രമിച്ചിരിക്കുന്നത്, അത് ഭീകരപ്രവർത്തനമാണ് എന്ന് ഖത്തർ വിശേഷിപ്പിക്കുന്നിടത്ത് നിന്നുകൂടാ കാര്യങ്ങൾ. GCCയുടെ ശക്തമായ പ്രതികരണം ഉയരേണ്ടതുണ്ട്. ഒപ്പം ഇന്ത്യ, നേരത്തെ സജി മാർക്കോസും പറയുകയുണ്ടായി, ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ മാത്രമല്ല ഉത്തരവാദിത്തം. ഗാസ ഈ രൂപത്തിലായതിന് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്, ഇന്ത്യക്കും ഉത്തരവാദിത്തമുണ്ട്. ഇന്ത്യയുടെ നിലപാടും ലോകം അതുകൊണ്ട് തന്നെ സാഗൂതം കാത്തിരിക്കുകയാണ്.